ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്നല്ലേ, ചെറിയ കണ്ടുമായിട്ടാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കാര്യം. ഇപ്പം എണ്ണ ചൂടല്ലേ, അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കുന്നതിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കുടിക്കുമ്പോൾ ഒരു റിഫ്രഷിങ്, ഒരു തണുത്തത് എന്തെങ്കിലും കിട്ടുമ്പോൾ അപ്പോൾ ഇന്ന് നമുക്ക് ഇവനെ വെച്ചൊരു ജ്യൂസ് അടിക്കാം. ബാ, ഓക്കെ. അപ്പോൾ ദേ മാങ്ങ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഒരു കുഞ്ഞു പീസായിട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തു. മാങ്ങായും നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ പഞ്ചസാരയൊക്കെ നമുക്ക് മാങ്ങ കിട്ടുന്ന പുളിയുടെ അനുസരിച്ചൊക്കെ മാറ്റം വരും. അപ്പോൾ അതേ ഞാനൊരു 6-7 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പും കൂടി എടുത്തിട്ടുണ്ട്. അടുത്ത ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ശക്കല ഉപ്പിടുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നോക്കാം. അതേ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അതിന് ശേഷം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അതും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളിട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആവശ്യത്തിന് ആദ്യം കുറച്ചിട്ട് നോക്കാം. എന്നിട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് ബ്ലെൻഡ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പം ഐസ് വാട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആവാനും മാത്രം ഇതായിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാച്ചുറൽ കളറാണ് കേട്ടോ, വേറെ കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിപ്പം നാരില്ലാത്ത മാങ്ങ, നാരുള്ള മാങ്ങയാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ജ്യൂസ് അരിപ്പയിൽ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. ഇതിപ്പം നാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് നേരെ സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റുവാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റാം. വേറെ നമുക്ക് കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാം. നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ വലിയവർക്ക് കുടിക്കാനായിട്ടാണെങ്കിൽ ജസ്റ്റ് ഒരു പച്ചമുളകോ അല്ലെങ്കിൽ ഒരു കാന്താരിയുടെ ഒക്കെ ഒരു എരിവിൻ്റെ മയമൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ അമ്മുക്കുട്ടിനും കൂടെ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ ചേർക്കേണ്ടവർക്ക് ചേർത്ത് റെഡിയാക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ ഇഞ്ചിയുടെയൊക്കെ ഒരു ചെറിയൊരു എരിവ് മയമൊക്കെ ഉണ്ട്, അത് മതി. അപ്പം ഇനി നമ്മൾ സെർവ് ചെയ്ത് കഴിയുമ്പം അത് 2 ഐസ് ക്യൂബൊക്കെ ഇട്ട് കുടിക്കേണ്ടവർക്ക് കുടിക്കാം. എന്തായാലും എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂടത്ത് അടിപൊളിയാണ്. നമ്മുടെ വീടുകളിലൊക്കെ കാണും മാങ്ങ, ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.